ये कॉन्स्टिट्यूशन के खिलाफ है। हम सिर्फ संभल जाना चाहते हैं, देखना चाहते हैं वहाँ क्या हुआ, लोगों से मिलना चाहते हैं, मगर हमारा जो कॉन्स्टिट्यूशनल अधिकार है, मेरा जो कॉन्स्टिट्यूशनल अधिकार है, उसको मुझे दिया नहीं जा रहा है। രാജ്യതലസ്ഥാനം അതിനാടകീയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്നുവെന്ന പ്രതീതി രാവിലെ മുതലുണ്ട്. ഗാസിപൂർ നോയിഡ അതിർത്തികൾ പോലീസ് അടച്ചു. വലയം ഭേദിച്ച് രാഹുൽ മുന്നോട്ട് നീങ്ങിയാൽ തടയാൻ ഗാസിയാബാദിലും ഹാപൂരിലും അമ്രോഹയിലും വലിയ പോലീസ് സംഘങ്ങളെ വിന്യസിച്ചിരിക്കുന്നു. ഡൽഹിയിൽ നിന്ന് സംബാലിലേക്ക് പോകുന്ന പ്രധാന പാതയായ ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേയിൽ ഗാസിപൂർ അതിർത്തിയിൽ കിലോമീറ്ററുകൾ നീണ്ട ഗതാഗതക്കുരുക്ക്. മേൽപ്പാലത്തിന് മുകളിലാണ് ബാരിക്കേഡും പോലീസ് വാഹനങ്ങളും റോഡിന് നടുക്കിട്ട് 1000-ഓളം പോലീസുകാർ കോൺഗ്രസ് സംഘത്തെ തടയാൻ നിൽക്കുന്നത്. ഒപ്പം രാഹുലിനെ സ്വീകരിക്കാൻ ആർപ്പുവിളികളും മുദ്രാവാക്യങ്ങളുമായി 100 കണക്കിന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും. പത്തേ 15 രാഹുലും സംഘവും വീട്ടിൽ നിന്നിറങ്ങി. അരമണിക്കൂറിനകം അതിർത്തിയിലെത്തി. പോലീസും കോൺഗ്രസ് പ്രവർത്തകരും ഓടിയടുത്തു, തടിച്ചുകൂടി. മേൽപ്പാലത്തിന് മുകളിൽ വലിയ തിരക്കും ഉന്തും തള്ളും. കോൺഗ്രസ് സംഘത്തെ പോലീസ് തടഞ്ഞു. നേതാക്കളും പോലീസും ചർച്ച തുടങ്ങി. സമയം കടന്നുപോയി. നീക്കുപോക്കുണ്ടാകാത്തതിനാൽ പ്രകോപിതരായ പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചു. എന്നാൽ കോൺഗ്രസ് സംഘം ഇടപെട്ട് പ്രവർത്തകരെ നിലയ്ക്ക് നിർത്തി. 2 മണിക്കൂർ കഴിഞ്ഞിട്ടും പോലീസ് നിലപാട് മയപ്പെടുത്താതെ വന്നപ്പോൾ രാഹുലും പ്രിയങ്കയും ചേർന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചു. उन्होंने ये भी कहा कि मैं अकेला चले जाऊंगा, यूपी की पुलिस के साथ मैं अकेला चले जाऊंगा, मुझे अकेला ले जाइए. वो भी करने के लिए तैयार नहीं है. पुलिस वालों के पास कोई जवाब नहीं है. शायद उत्तर प्रदेश की स्थिति क्या ये है कि आप इतना भी नहीं संभाल सकते, तो फिर आप इतना गर्व से क्यों कहते हैं कि लॉ एंड ऑर्डर आपने संभाल रखा है यूपी में. കോൺഗ്രസ് സംഘം മടങ്ങുന്നു എന്ന് വ്യക്തമാക്കി. എന്നാൽ പിന്മാറ്റം താൽക്കാലികമാണ്. തിരിച്ചു വരുമെന്നും സംബാലിലേക്ക് പോകുമെന്നുമാണ് രാഹുലിന്റെ നിലപാട്. ഹാത്രസിലേക്കും മണിപ്പൂരിലേക്കും സ്വന്തം ജീവൻ പണയം വെച്ച് പോയ രാഹുൽ ഗാന്ധിയാണ്. പക്ഷേ സംബലിലേക്ക് പോകാൻ UP പോലീസ് ഒരു തരത്തിലും അനുവദിക്കുന്നില്ല. മറ്റു മാർഗങ്ങളില്ലാതെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടങ്ങുന്ന കോൺഗ്രസ് സംഘം ഡൽഹിയിലേക്ക് മടങ്ങി. ഷിജു പട്ടോത്തിനൊപ്പം ഗാസിപൂർ അതിർത്തിയിൽ നിന്നും അർജുൻ പിതാംബരൻ, മാതൃഭൂമി ന്യൂസ്.